ഗുഡ് മോർണിംഗ് മക്കളെ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഗഫൂർ. നമ്മൾ 4ാമത്തെ എപ്പിസോഡിലേക്കാണ്, നമ്മുടെ +1 ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് സെറ്റ്, ഇൻട്രൊഡക്ഷൻ എന്താണ്, എങ്ങനെയൊക്കെയാണ് സെറ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സെറ്റ് എന്നൊക്കെ നമ്മൾ വളരെ ഭംഗിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹോംവർക്കും ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഹോംവർക്ക് ചെയ്തോന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുകയാണ്. എല്ലാവരും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇതുവരെയുള്ള കോൺസെപ്റ്റ് ഒക്കെ നിങ്ങളുടെ സ്ട്രോങ് ആണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിന്റെ ബാക്കി അടുത്ത ഒരു പോർഷനിലേക്കാണ്. അതായത് എങ്ങനെയാണ് ഒരു സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എഴുതുക എന്നത്, എങ്ങനെയാണ് റോസ്റ്റർ ഫോം എങ്ങനെയാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിന്റെ ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസിന്റെ 4ാമത്തെ ചോദ്യമാണ് റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ 5 ചോദ്യങ്ങളും നമുക്ക് ചെയ്യല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? വെരി ഗുഡ്. സെറ്റിനെ നമുക്കൊരു പേര് കൊടുക്കാം. A is equal to. ചിലർക്ക് ബോർ അടിക്കുന്നുണ്ടോ? A എന്ന് B എന്നൊക്കെ പറയുമ്പോൾ പേര് മാറ്റി കൊടുക്കട്ടോ, കുഴപ്പമില്ല. 3, 6, 9 and 12. മക്കളെ, 3, 6, 9, 12, 3, 6, 9, 12 ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ നമ്പർ? 3, 6, 9, 12 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പം ഇങ്ങനെയാണെന്ത് നമ്മുടെ 4 നമ്പേഴ്സ് ഉള്ളത്. അതായത് ഇതാ നമ്മുടെ 4 നമ്പേഴ്സ് ഉള്ളത് എങ്ങനെയാണ്? 1, 2, 3, 4. ഈ 4 നമ്പേഴ്സും ഇതല്ലേ ആണ്. ഫൈൻ. ഇനി ഇത്രയേ ഉള്ളൂ സംഗതി. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ, 1ാമത്തെ നമ്പർ 3 ആണ്, 2ാമത്തെ നമ്പർ 6 ആണ്, 3ാമത്തെ നമ്പർ 9 ആണ്, 4ാമത്തെ നമ്പർ 12 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. 1 into 3 കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ 2 into 3 6, 3 into 3 9, 4 into 3 യെസ്. അപ്പം 3 എന്നുള്ള സാധനം എന്ത് ചെയ്യാണ്? 1, 2, 3, 4. എന്താണ് ഈ 1, 2, 3, 4? 1, 2, 3, 4 എന്നുള്ളത് ഒന്നുമല്ല, ഇറ്റ്സ് നാച്ചുറൽ നമ്പർ. നമ്മുടെ കൗണ്ടിങ് നമ്പർ ആണ് എന്ത്? 1, 2, 3, 4. 1ാമത്തെ നമ്പർ 3, 2ാമത്തെ നമ്പർ 6, 3ാമത്തെ നമ്പർ 9, 4ാമത്തെ നമ്പർ 12. അപ്പം ഈ 1, 2, 3, 4നെ 3 കൊണ്ട് അങ്ങോട്ട് ഇൻഡു ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്താ? 1 3s are 3, 2 3s are 6, 3 3s are 9 എന്ന് പറയില്ലേ? അത് തന്നെയാണ്, വേറൊന്നുമല്ല. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4, 8, 12, 16 അങ്ങനെ പൊക്കോണ്ടിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 5s are 5, 2 5s are 10, 3 5s are 15. ടേബിൾ പറയില്ലേ? അത് തന്നെയാണ്. ഓക്കെ, അപ്പോ മൾട്ടിപ്പിൾസിനെ, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3നെ നമുക്ക് 3n എന്ന് വിളിക്കാം. മൾട്ടിപ്പിൾ ഓഫ് 3നെ നമുക്ക് 3n എന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ സെറ്റ് അല്ലേ എഴുതുന്നേ? അപ്പൊ സെറ്റ്. അപ്പം 3n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഈസ് എ നാച്ചുറൽ നമ്പർ. n ഒരു നാച്ചുറൽ നമ്പർ ആണ്. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. n നാച്ചുറൽ നമ്പർ ആണ്, അതിനൊരു പ്രത്യേകത ഉണ്ട്. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15. അതിനകത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ n എന്നുള്ള സാധനം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ലെസ് ദാൻ 4 എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. അതായത് 3 into 4 12 ഇതിലുണ്ട്, 12 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? 4 എന്നല്ല, ഒരു നമ്പർ കയറ്റിയിടുക. ഒരു നമ്പർ എന്ത് ചെയ്യണം? കയറ്റിയിടണം. n less than 5. n into 5, 3 into 5, 3 into 5 15 അതിലില്ല. പക്ഷെ 3 into 4 12 അതിലുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലെസ് ദാൻ or is equal to 4 എന്ന് എഴുതാം. ഇതിൽ കുഴപ്പമില്ല കേട്ടോ. n less than or is equal to 4 എന്ന് കൊടുക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ 4 ഉണ്ട്, 4ന് അപ്പുറത്തേക്ക് പോവില്ല. മനസ്സിലായില്ലേ? ഈ രണ്ടും ഇവിടെ ആപ്റ്റ് ആണ്. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് n less than 5 എന്ന് എഴുതാം. ഒരു നമ്പർ അപ്പുറത്തേക്ക് എടുത്തെഴുതുക. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. രണ്ടാമത്തെ 2 4 8 16 32. എന്ത് നമ്പർ ആലേ? എന്ത് സീക്വൻസ് ആലേ? ഒരു പ്രോഗ്രഷൻ ഇല്ലാത്ത, ഒരു രസമില്ലാത്ത നമ്പറാ.
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് നമ്പർ. ഞാൻ ഇതിനൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണേ. ഞാനില്ലേ ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോയിക്കോ. യെസ്, എന്താണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ, നാലാമത്തെ നമ്പർ 2, 4, പിന്നെ 8, 16, ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ, ഫിഫ്ത്ത് നമ്പർ കൂടി ഉണ്ട്, അതിന്റെ നമ്പറാണ് 32. അഞ്ചാമതൊരു നമ്പർ കൂടി ഉണ്ട്, അതേതാണ് 32. ഫിഫ്ത്ത് നമ്പർ 32. അഞ്ചാമത്തെ നമ്പർ 32. സെറ്റ് അല്ലേ? സെറ്റാണ് മക്കളെ. എന്താണ് പ്രത്യേകത? 2, 4, 6 ആണെങ്കിൽ ഈവൻ എന്ന് പറയാം. 6 ഇല്ല, 8. അതെ, 8. ഭയങ്കര ചൊറയാണത്. ഒരു ചൊറയില്ല, ഒന്ന് ആലോചിച്ചേ. അതന്നെ, ഇതൊക്കെ പവേഴ്സ് ഓഫ് 2 ആണ്. ഇതെന്താണ്? 2 raised to 1. രണ്ടാമത്തെ നമ്പർ 2 to the power 2. അടുത്തത് 2 to the power 4. 2 to the power അതന്നെ. ഇവിടെ 4 അല്ല, 3 എവിടെ പോയി? ഇവിടെ 4 അല്ല, 3 ആണ് എന്ത് വേണ്ടത്. ദാറ്റ് ഈസ് 2 raised to 1, 2 to the power 2, 2 to the power 3, 2 to the power 4, 2 to the power 5. അപ്പം ഒരു കാര്യം കോമൺ ആയിട്ട് കിട്ടി. യെസ്, ഇവിടുത്തെ വില്ലൻ 2 തന്നെയാണ് അല്ലേ? അപ്പം സെറ്റ്, രണ്ടാമത്തെ സെറ്റിന് ഒരു പേര് കൊടുക്കാം, ബി എന്ന് കൊടുക്കാം. എന്ന് പറയുമ്പോൾ എന്താണ്? 2 to the power n ആണ്. n എന്ന് പറഞ്ഞാൽ എന്നിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4 കൊടുക്കുക, 5 കൊടുക്കുക, 6 കൊടുക്കാൻ പാടില്ല. 1 മുതൽ 5 വരെ. അപ്പൊ എന്താണ് n എന്നുള്ളത്? എന്താണ്? അതൊരു നാച്ചുറൽ നമ്പർ ആണ്. n എവിടം വരെയാണ് ഉള്ളത്? n 5 അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? n ലെസ് ദാൻ 6 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ n ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 5 കൊടുത്താലും എന്തില്ല? തെറ്റില്ല, കുഴപ്പമില്ല. എന്നാലും എന്ത് ചെയ്യാം? നമുക്കൊരു കൺവെൻഷൻ എന്ത് ചെയ്താൽ മതി? ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 5 കൊടുക്കണോ? കൊടുത്തോളൂ മക്കളെ, കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആണേ? സെറ്റാണല്ലോ. അടുത്തത് നിങ്ങളൊന്ന് ചെയ്തേ നോക്കട്ടെ. 5, 25, 125, 625. 5, അത് കഴിഞ്ഞാൽ 25, അത് കഴിഞ്ഞാൽ 125, അത് കഴിഞ്ഞാൽ 625. ഞാൻ ആ ടേബിളൊക്കെ ഇങ്ങനെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ അറിയാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാണ്? ഈ നമ്പേഴ്സിന് ഒന്നിങ്ങനെ മാച്ച് കളയണേ. നമുക്കിത് ഒന്നുകൂടി എഴുതണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും? എന്താണ്? എങ്ങനെ ആയിരിക്കും? യെസ്, ഒന്നുകൂടി നമുക്ക് എഴുതാം. 5, 25, 125, 625. ലാസ്റ്റ് കോളം കാലി ആയതുകൊണ്ട് ഞാൻ അതിനെ 5 ഇല്ല, മായ്ച്ചു കളയുന്നു. യെസ്, തൊട്ട് മുന്നേ ഉള്ളത് തന്നെയാണ്. ബുദ്ധിയുള്ള പിള്ളേർക്ക് ഇപ്പൊ തന്നെ സാധനം കത്തിയിട്ടുണ്ട്. അപ്പൊ ബുദ്ധിയില്ലാത്തവർക്ക് കത്തിയിട്ടില്ല എന്നല്ല കേട്ടോ. ചിലർക്ക് കത്തും, ചിലർക്ക് കത്തൂല. അത് നമ്മുടെ തെറ്റല്ല. 5 raised to 1, 5 സ്ക്വയർ, അല്ലെങ്കിൽ 5 to the power 2, അല്ലെങ്കിൽ 5 raised to 2, 5 to the power 3, 5 to the power 4. എവിടെ സാധനം? ഇതേപോലെ 2 to the power എന്നതിന് പകരം 5 to the power n എഴുതുക. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒബ്വിയസ്ലി നാച്ചുറൽ നമ്പർ ആണ്. പിന്നെ n എന്നുള്ള സാധനം എന്താണ്? ലെസ് ദാൻ 5 കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 5 എന്നുള്ളത് കൊടുക്കാം. 5 എന്ന് എന്ത് ചെയ്താൽ മതി? പേര് കൊടുക്കാം. സെറ്റ് ആണോ? മനസ്സിലായോ? അടുത്ത നിങ്ങൾ ചെയ്തോ. 2, 4, 6 etc. 2, 4, 6 etc. 2, 4, 6 etc. It's an even number. It is the set of even number. ഞാൻ e എന്ന് തന്നെ കൊടുത്തു. ഈവൻ നമ്പർ. e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into n, മൾട്ടിപ്പിൾ ഓഫ് 2. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ 1 കണ്ടില്ലേ? അതേപോലെ ക്വസ്റ്റ്യൻ 4 മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. n ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് മാത്രം കൊടുത്താൽ മതി. കണ്ടീഷൻ കൊടുക്കണ്ട. കണ്ടീഷൻ ഇല്ല ഇവിടെ. എവിടെ കണ്ടീഷൻ? ഈവൻ നമ്പേഴ്സ് അല്ലേ? ഇപ്പം സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ആൻഡ് ഈവൻ നമ്പേഴ്സ്, അങ്ങനെയാണോ? അങ്ങനെയല്ല. സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സ്, അങ്ങനെയാണോ? അങ്ങനെയല്ല. സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈവൻ നമ്പർ എന്ത് ചെയ്യണം? ഇതിനകത്ത് കൊണ്ടുവരണം. അത്രയേ ഉള്ളു. ലാസ്റ്റ് 1, 4, 9, 100 വരെ. എന്ത് ചെയ്യും? എന്തായിരിക്കും ഈ അഞ്ചാമത്തെ ചോദ്യത്തിന് എന്താണ് ഉത്തരമായിട്ട് വരിക? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ബാക്കിയുള്ള തൽക്കാലം ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നേ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യുവാണേ. നോക്കിയ മക്കളെടാ,
1 4 900. 1 4 900. പോരട്ടെ ആൻസർ പോരട്ടെ. 2 3 മുമ്പ് നോക്കി. സോറി, ഒരു കാര്യമുണ്ട്. നാലാമത്തെ നമ്പർ അല്ല 100. നാലാമത്തെ നമ്പർ അല്ല 100. അത് 100 വരെ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ പോയി ലാസ്റ്റ് നമ്പർ 100. അപ്പൊ 1 2 3യും 1 4 9 നോക്കൂ. ഇവർ തമ്മിൽ എന്ത് ബന്ധം അതാണ് നോക്കേണ്ടത്. പറട്ടെ അല്ലെ പോരട്ടെ 1 ഇത് 1 സ്ക്വയർ ആണല്ലോ. 4 എന്ന് പറഞ്ഞാൽ അത് 2 സ്ക്വയർ ആണ്. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ എന്ത് സ്ക്വയറാ? 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അടിപൊളി സെറ്റ്. ലാസ്റ്റ് 100 എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയർ ആണ്? 10ന്റെ സ്ക്വയർ ആണ്. അപ്പം 1 2 3 4 5 6 7 8 9 10 എല്ലാ നമ്പേഴ്സിന്റെയും സ്ക്വയർ എടുക്കുക, എഴുതുക, പൊട്ടിക്കുക. അപ്പൊ എന്താണ്? സ്ക്വയർ. ഈ സെറ്റിന്റെ പേരെന്താണ്? നമ്പർ സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 അങ്ങനെ പോകും അല്ലെ. 1 2 3 4 എന്നുള്ളത് നമ്മുടെ നാച്ചുറൽ നമ്പർ ആണ്. അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നാച്ചുറൽ നമ്പർ ആണ്. ഈ n-ന്റെ വാല്യൂ ഏത് വരെ എടുക്കണം? n ഏത് വരെ എടുക്കണം? 1 2 3 4 5 6 7 8 9 10 11 എടുക്കോ? എടുക്കണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? n ലെസ് ദാൻ 11 എന്നോ അല്ലെങ്കിൽ n ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 എന്നോ, ഇതിൽ രണ്ടിലും ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ക്ലിയർ? മക്കളെ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയണം. നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം കേട്ടോ. സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും നോക്കിയേ. ഇതിന്റെ എലമെന്റ്സ് എന്ത് ചെയ്യണം? എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെറ്റിന്റെ എലമെന്റ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ABCD ഇതിന്റെ എല്ലാ എലമെന്റ്സ് മക്കളെ നിങ്ങൾ തന്നെ പറഞ്ഞതാ എങ്ങനെ വരാന്ന്. എങ്ങനെ വരുന്ന വെച്ചാൽ സംഗതി അടിപൊളിയാ. ഫസ്റ്റത്തെ സെറ്റ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓടായിട്ടില്ല, നാച്ചുറൽ ആണ്. പക്ഷെ ഓഡ് നമ്പർ മാത്രമേ എഴുതാൻ പാടൂ. 1 2 3 2 3 ഒന്നും വേണ്ട. 1 3 5 7 പോട്ടെ, അങ്ങനെ പോട്ടെ. നാച്ചുറൽ നമ്പേഴ്സ്, അതും ഓഡ് നമ്പേഴ്സ് എഴുതുക, വേറൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ എക്സ് ഈസ് ആൻ ഇന്റീജർ ആൻഡ് -1 എന്തിങ്ങനെ വരുന്നേ നോക്കട്ടെ. ഫൈൻ നോക്കാം. -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. നെഗറ്റീവ് വരാന്ന് വെച്ചാൽ അത് ഇൻഡിവിജ്വൽ അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മുടെ നമ്പർ ലൈൻ നമ്മൾ നോക്കി. ഇവിടെ 0 ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് അരയുണ്ട്. ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് നമ്മൾ കൂട്ടത്തിലേ ഇല്ല. -1 ഇപ്പുറത്തേക്ക് അത് നോക്കുകയും വേണ്ട. കാരണം എന്താ? എക്സ് എന്നുള്ളത് ഇതിനേക്കാളും വലുതാ. അപ്പൊ 0 മുതൽ എന്ത് ചെയ്യണം? 1 2 3 4 9/2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 9ന്റെ പകുതി എത്രയാണ്? 9ന്റെ പകുതി 4.5. 4.5 എന്ന് പറഞ്ഞാൽ 3. ഇവിടെ 4 ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ 4.5 അല്ലെങ്കിൽ 9/2 അല്ലെങ്കിൽ 9/2 വരിക ആണല്ലോ. ആണ്. സി നോക്കിയേ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയും നടുക്കീത്തെ ഇൻഡിജേഴ്സ് മാത്രം. ഈ ഇൻഡിജേഴ്സ് മാത്രം 0 മുതൽ 4 വരെ എടുത്തേണ്ട എഴുതിക്കോ, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെറ്റ് സി മക്കളെ. സെറ്റ് ബി നിങ്ങൾ തന്നെ എഴുതണേ. ഓക്കെ, സെറ്റ് സി നോക്കിക്കേ. എക്സ് ഈസ് ആൻ ഇന്റീജർ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് ഈസ് ആൻ ഇന്റീജർ, എക്സ് ഒരു ഇന്റീജർ ആണ്. എക്സ് സ്ക്വയർ എന്നുള്ളത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അതായത് എക്സ് എന്നുള്ളത് ഒരു ഇന്റീജർ ആണ്. എക്സ് സ്ക്വയർ എന്നുള്ളത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. കുറച്ച് പണിയുണ്ടേ, ഒരു പണിയില്ല. എക്സ് സ്ക്വയർ, എക്സ് എന്നുള്ളത് ഇന്റീജർ ആണ്. എഴുതട്ടെ ഇന്റീജർ. 0 1 2 3 4 5 6 7 8 എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. ഇന്റീജർ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് തുടങ്ങുക തന്നെ. ഇന്റീജർ 1 സ്ക്വയർ 1 2 സ്ക്വയർ 4. വേറെ പണിയുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ത് ചെയ്യാൻ പാടില്ല? എക്സ് സ്ക്വയർ 4 കൂടാൻ പാടില്ല. -1ന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ. പിന്നെ ഇവിടെ 4 അല്ല എടുക്കേണ്ടത്, കാരണം 4 എന്നുള്ളത് എന്താണ്? 1ന്റെയും 2ന്റെയും സ്ക്വയർ. 0ന് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ എടുക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? യെസ്, സെറ്റ് ഏതൊക്കെയാണ് വരിക? സി എന്നുള്ള സെറ്റ് ഏതൊക്കെയാണ് വരുന്നത്? 0 വരും. ഞാൻ ആദ്യം
യാ ഞാനിതിലേ തിരിച്ചെഴുതാം, ചെറുതൊന്ന് വലുതേക്ക് എഴുതരാം. -1, -2, 0, 1, 2 ഇതൊക്കെ വരും. ഇൻഡിജേഴ്സ് ആണല്ലോ, സെറ്റ്. ആൻഡ് ലാസ്റ്റത്തെ എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ലോയൽ ഇത് നിങ്ങൾ ചെയ്തേ, ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ലോയൽ ലോയൽ എന്ത് ചെയ്യുക? യെസ്, നമ്മൾ എത്ര കണ്ട് ലോയലാന്നുള്ളത് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഫൈൻ. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് കൂടി ഒന്ന് ചെയ്തിട്ട് വരിക. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കൂ. എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും പറഞ്ഞുതരാം, അതിലൊന്നും കുഴപ്പമില്ല. സോ നമുക്ക് ഈ ഹോംവർക്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക, പഠിക്കുക, കാണാം. ഫൈൻ. അപ്പൊ മക്കളെ എല്ലാവരും കോൺസെപ്റ്റ് വീണ്ടും വീണ്ടും പറയണ കോൺസെപ്റ്റിലൂടെ നിർബന്ധമായിട്ടും പോവുക, കാണുക, മനസ്സിലാക്കുക. ടിൽ ദെൻ ബൈ.